നമസ്കാരം. ദളിത് യുവതി അടക്കം 2 സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയും മുൻ നക്സലൈറ്റും എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന സിവിക് ചന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ സബാൾട്ടൻ ഫെസ്റ്റിവൽ. ലൈംഗിക അതിക്രമ പരാതി ഉണ്ടായപ്പോൾ രൂപീകരിച്ച ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാവരും പ്രതിക്കൊപ്പം സാംസ്കാരിക ഉത്സവ സംഘാടനത്തിൽ സജീവമായിട്ടുണ്ടെന്ന് ഇവർ ഇറക്കിയ നോട്ടീസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 21, 22, 23 തീയതികളിലാണ് സിവിക് ചന്ദ്രൻ എഡിറ്ററും പ്രിന്ററും പബ്ലിഷറുമായ പാഠഭേദ മാസികയുടെ പേരിൽ ദളിത് ആദിവാസി പിന്നോക്ക ജനസമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സബാൾട്ടൻ ഫെസ്റ്റിവൽ നടത്തുന്നത്. സിവിക് ചന്ദ്രൻ പ്രതിയായ കേസുകളിലൊന്നിൽ ICC അംഗമായിരുന്ന P. ഉഷയാണ് സബാൾട്ടൻ ഫെസ്റ്റിവൽ ഡയറക്ടർ. പാഠഭേദ മാസികയിൽ ഗസ്റ്റ് എഡിറ്ററായിരുന്ന അധ്യാപിക കൂടിയായ യുവതിയെയാണ് നിലാനടത്തം എന്ന പരിപാടിക്കിടെ ഇയാൾ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയത്. ഇത്തരമൊരു സാംസ്കാരിക നിശയിൽ വെച്ചാണ് മറ്റൊരു യുവതിക്ക് നേരെയും ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. ഈ 2 കേസുകളും ഇപ്പോൾ വിചാരണ കാത്ത് കോടതിയിലുണ്ട്. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസുകൾ വിചാരണയ്ക്കെടുക്കുകയും ചെയ്യും. ഇതിനിടെ ഇയാൾ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ സജീവമാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നാണ് സിവിക്കിനെ എതിർക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ ആരോപിക്കുന്നത്. വൻ തുക മുടക്കി പാഠഭേദം ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് തങ്ങളുടെ എഡിറ്ററെ കേസിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ട സാഹചര്യ തെളിവുകളും മറ്റുമുണ്ടാക്കാനാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യ കേസിലെ ഇരയുടെ പരാതികളെ അവഗണിച്ച് പ്രതിക്ക് അനുകൂലമായി റിപ്പോർട്ടുണ്ടാക്കിയ ICC അംഗമായിരുന്ന P. ഉഷയാണ് സബാൾട്ടൻ ഫെസ്റ്റിവൽ ഡയറക്ടർമാരിൽ ഒരാൾ. ICC അംഗങ്ങളായിരുന്ന ഡോക്ടർ ഖദീജ മുംതാസ്, S. മൃദുലാദേവി എന്നിവർ പരിപാടികളുടെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. പാഠഭേദം നിയമവിരുദ്ധമായി രൂപീകരിച്ച ICC കമ്മിറ്റിയുടെ പ്രതിക്ക് അനുകൂലമായി തയ്യാറാക്കിയ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ICC അംഗങ്ങൾ അടക്കമുള്ളവർ പ്രതിക്ക് അനുകൂലമായി വലിയ സമ്മർദ്ദമാണ് തന്റെ മേൽ ചെലുത്തിയതെന്ന് ആദ്യ കേസിലെ ഇര വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2 ലൈംഗിക അതിക്രമ കേസുകളിലും കർശനമായ വ്യവസ്ഥകളോടെയാണ് സിവിക് ചന്ദ്രന് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ജാമ്യം നൽകുന്നതിനായി കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച ന്യായങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രതി സാമുദായിക പരിഷ്കർത്താവായിരുന്നുവെന്നും ജാതിയില്ലെന്നും ആരോഗ്യവാനല്ലാത്തതുകൊണ്ട് ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നതെന്നുമൊക്കെയുള്ള വാദങ്ങളാണ് ആദ്യ കേസിന്റെ ജാമ്യത്തിനായി ഉന്നയിച്ചത്. രണ്ടാമത്തെ കേസിലെ ജാമ്യത്തിനായി ഇരയുടെ വസ്ത്രധാരണം വയോധികനായ പ്രതിയെ പ്രകോപിപ്പിച്ചു എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. 2 കേസിലും കോഴിക്കോട്ടെ കോടതി ഇയാൾക്ക് ജാമ്യം നൽകിയത് നിയമരംഗത്തും വലിയ ചർച്ചയുണ്ടാക്കി. ജാമ്യം നേടുന്നതിനായി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്ന് 2 കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇയാൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേസിൽപ്പെട്ടതോടെ പൊതുരംഗത്ത് നിന്നും അപ്രത്യക്ഷനായ സിവിക് ചന്ദ്രൻ അടുത്ത കാലത്ത് പച്ചക്കുതിര എന്ന മാസികയിൽ കവിത എഴുതുകയും പാലക്കാട് നിന്ന് പുറത്തിറങ്ങുന്ന ശാന്തം ഓൺലൈൻ മാസികയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സബാൾട്ടൻ ഫെസ്റ്റിവലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ് കോടതി വിചാരണയ്ക്കെടുക്കുന്ന സമയത്ത് താൻ ഇപ്പോഴും സജീവമായി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിവുണ്ടാക്കിയാണ് സബാൾട്ടൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിലൂടെ സിവിക് ചന്ദ്രനും പാഠഭേദം പ്രവർത്തകരും ശ്രമിക്കുന്നതെന്ന് അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ട സ്ത്രീപക്ഷ പ്രവർത്തകരും എഴുത്തുകാരും ആരോപണം ഉയർത്തിക്കഴിഞ്ഞു. വലിയ ചെലവിൽ 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ച് കോഴിക്കോട്ടെ സാംസ്കാരിക മണ്ഡലത്തിൽ തിരിച്ചുവരവ് നടത്താനുള്ള അവസരം സൃഷ്ടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ വെള്ളപൂശൽ നടത്താനുള്ള ശ്രമമാണ് സിവിക് ചന്ദ്രനും കൂട്ടരും നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാണ്.